തൊഴിൽ തട്ടിപ്പിലിരയായ മലയാളി യുവതി മലേഷ്യയിൽ കുടുങ്ങിയ ഒരു വാർത്തയിലേക്കാണ്. കോട്ടയം മുണ്ടക്കയം സ്വദേശി കവിതയാണ് മലേഷ്യയിൽ കുടുങ്ങിയത്. തയ്യൽ ജോലിക്കായി 2022 നവംബറിൽ മലേഷ്യയിലെത്തിയെന്നും ശമ്പളം നൽകാതെ ഉടമ ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും കവിത റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്ത്യൻ എംബസിയിൽ അഭയം തേടിയിരിക്കുകയാണ് കവിത. പിഴത്തുക അടയ്ക്കാനില്ലാത്തതിനാൽ മടങ്ങിവരവ് പ്രതിസന്ധിയിലുമാണ്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ജോസി ബാബു ചേരുന്നു. ജോസി ബാബു, ആരാണ് ഇവരെ കുടുക്കിയത്? മലയാളികൾ തന്നെയാണോ ഈ ഏജന്റുമാരായി ഈ യുവതിയെ കുടുക്കിയതിനു പിന്നിൽ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. കഴിഞ്ഞ നവംബറിലാണ് 2 ലക്ഷം രൂപ ചെന്നൈയിലുള്ള ഏജന്റിന് നൽകി ഈ കവിത, മുണ്ടക്കയം സ്വദേശിയായ കവിത മലേഷ്യക്ക് തയ്യൽ ജോലിക്ക് പോയത്. കൂടാതെ അവിടെ 3000-ഓളം മലേഷ്യൻ മണിയും അവിടെയും ഏജന്റിന് നൽകി. പക്ഷേ കഴിഞ്ഞ കുറെ മാസങ്ങളായി ജോലി ചെയ്തിട്ടും ഇവർക്ക് ശമ്പളം നൽകുന്നുണ്ടായിരുന്നില്ല. കൂടാതെ ശമ്പളം ആവശ്യപ്പെട്ടപ്പോൾ തൊഴിലുടമ മുറിയിൽ പൂട്ടിയിട്ട് ശമ്പളം നൽകാതിരുന്നു. ശാരീരിക അവസ്ഥകളെ തുടർന്ന് ഇവർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടേണ്ടി വന്നു. ആ സമയത്ത് ആശുപത്രിയിൽ പ്രവേശിച്ചതിന്റെ തുക പോലും നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കേണ്ട ഗതികേടിലായിരുന്നു എന്നാണ് കവിത റിപ്പോർട്ടറോട് പറഞ്ഞത്. പിന്നീട് പലതവണ ആ ശാരീരിക അവസ്ഥകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടേണ്ടി വന്നു. ആ സമയത്ത് പോലീസ് എയ്ഡ് പോസ്റ്റിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ചാണ് ഈ ഇന്ത്യൻ എംബസിയിലേക്ക് മാറുന്നതിനുള്ള ഒരു ക്രമീകരണം ഉണ്ടായത്. അപ്പോഴും ഉള്ളൊരു പ്രതിസന്ധി ഇപ്പോൾ എൻ്റെ പേര് കവിത. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയാണ് എൻ്റെ സ്ഥലം. ഞാനിപ്പം മലേഷ്യയിലാണ്. ടൈലറിംഗ് ജോലിക്ക് വേണ്ടി വന്നതാണ്. 2022 നവംബർ മാസം ലാസ്റ്റ് ഒരു ചെന്നൈ ഏജന്റ് വഴിയാണ് ഞാനിവിടെ ജോലിക്ക് വരുന്നത്. ഇവിടെ വന്ന് എനിക്ക് ശമ്പളം കിട്ടുന്നില്ലായിരുന്നു. ശമ്പളം ചോദിച്ചതിൻ്റെ പേരിൽ അവരെന്നെ ഉപദ്രവിച്ച് റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആഹാരം തരുന്നില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഫിക്സ് മാതിരി വന്നു. അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു കാർ പാർക്ക് ചെയ്യാൻ പോയപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ പോലീസ് ഉണ്ടായിരുന്നു. ധാരാളം പോലീസ്. ഞാൻ അവരുടെ അരികിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് അവരെന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിൻ്റെ ഫോണിൽ നിന്ന് ഞാൻ വീട്ടിൽ കോൺടാക്ട് ചെയ്തു. എനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ. മോള് വിദേശകാര്യമന്ത്രി മുരളീധരൻ സാറിന് ആപ്ലിക്കേഷൻ കൊടുത്തു. അവർ പ്രവാസി മലയാളി അസോസിയേഷനെ കോൺടാക്ട് ചെയ്ത് എൻ്റെ മോള് അവളുടെ കൂട്ടുകാരിയുടെ സ്വർണം മേടിച്ച് പണയം വെച്ചിട്ടാണ് ഹോസ്പിറ്റൽ ബില്ലടച്ച് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നത്. ഏകദേശം 40,000 രൂപ അടുത്ത് വരും. ഇവിടെ 2000 റിംഗറ്റാണ് ആയത്. കവിതയുടെ മകളാണ് ഗോപിക. തത്സമയം ഗോപിക, എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമ്മയുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നത്തേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്? അമ്മ ഇവിടെ നിന്നൊരു ജോലിക്ക് വേണ്ടിയാണ് മലേഷ്യയിലേക്ക് പോയത്. പക്ഷെ അവിടെ ചെന്നൊരു 3 മാസം കഴിഞ്ഞപ്പോ തൊട്ട് അവര് ശമ്പളം കൊടുക്കുന്നില്ലായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഫിസിക്കലി അസോൾട്ട് ചെയ്തു. അമ്മ ആശുപത്രിയിലായിരുന്നു. ഒരു 1 വീക്കോളം ആശുപത്രിയിലായിരുന്നു. ശമ്പളം ചോദിച്ചപ്പോഴാണ് അവര് ഉപദ്രവിച്ചത്. അപ്പൊ തിരിച്ചു വരാനാണോ ഇപ്പോൾ ശ്രമിക്കുന്നത്, അതോ അവിടെ പിടിച്ചു നിൽക്കാനാണോ? അല്ല, അമ്മ തിരിച്ചു വരാൻ വേണ്ടി ഇപ്പൊ ഒരു മെയ് 24 ആയപ്പോ ഇന്ത്യൻ എംബസി കയറിയിട്ട് അന്ന് തന്നെ മുരളീധരന് മിനിസ്റ്ററിനോടൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഇതുവരെയായിട്ട് അതിനുള്ളൊരു ഇതുണ്ടായിട്ടില്ല. ഇപ്പൊ അമ്മ എവിടെയാണുള്ളത്? മലേഷ്യയില് അമ്മ ഇപ്പൊ ഇന്ത്യൻ എംബസിയുടെ ഷെൽട്ടറിലാണ് ഉള്ളത്. ഷെൽട്ടറിലാണ്. അപ്പൊ തിരിച്ചുകൊണ്ട് നാട്ടിലേക്ക് കയറി വരാൻ എന്താ തടസ്സമുള്ളത്? പാസ്പോർട്ട് കയ്യിലില്ലേ? അവരവിടുന്ന് ഇവിടുത്തെ ഏകദേശം ഒരു 1 ലക്ഷം രൂപയോളം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ അത് കൊടുക്കാനുള്ള നിലവിലുള്ള പാസ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് ഏജന്റുമാർ ചോദിക്കുന്നു എന്നാണോ? ഇന്ത്യൻ എംബസിന്നാണ് ചോദിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞതമ്മ. കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് മിനിസ്റ്ററോട് ചോദിക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. കേട്ടോ ഗോപിക? ഓക്കെ. താങ്ക് യു ഗോപിക.